ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത്, അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖത്ത് പണത്തിൻ്റെ ഒരു സന്തോഷവും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അശ്വിനാകെ ദേഷ്യം വരുവാണ്. അശ്വിൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ. അതിനുശേഷം എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ ലാവണ്യ, അഞ്ജലി, മുത്തശ്ശി, മനോരമ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്താണ് അശ്വിൻ പറയണത്, എനിക്ക് വിവാഹ നിശ്ചയം നാളെ തന്നെ നടത്തണമെന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ടെൻഷൻ ആവുകയാണ്. നാളെയോ? നാളെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് നീ എന്തൊക്കെയാണ് പറയണത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറയണ്ട, എനിക്കൊന്നും അറിയണ്ട, നാളെ തന്നെ എന്റെ വിവാഹ നിശ്ചയം നടത്തണം. ഇത്രയും നാളെ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുന്നില്ല, വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെയല്ലേ. ഇപ്പൊ നിശ്ചയം നാളെ നടത്താൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അത് മുടക്കുവാണോ? ദേ, ഞാനൊരു കാര്യം പറയാം, നാളെ വിവാഹ നിശ്ചയം നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ വിവാഹ നിശ്ചയം ഒരിക്കലും നിങ്ങൾ നടത്താന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നടന്ന് പോകുക കേട്ടോ. അശ്വിൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ പെട്ടെന്ന് പൊട്ടിക്കരയുവാണ്. അപ്പൊ അഞ്ജലി ചോദിക്കണ്ടേ, എന്താ ലാവണ്യം ചോദിക്കുമ്പോൾ, ചേച്ചി നാളെ ഒരു ദിവസമേ ഉള്ളൂ വിവാഹ നിശ്ചയത്തിന്, എനിക്ക് എൻ്റെ അമ്മേനെയും അച്ഛനെയും എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? മുത്തശ്ശി പറയണ്ടേ, ലാവണ്യ നീ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ അച്ഛനടുത്ത് കാര്യം ഒന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ എങ്ങനെ, എന്താ മുത്തശ്ശി ഇങ്ങനെ സ്വഭാവം മാറുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അശ്വിൻ ആകെ മാറിപ്പോണു, ഭയങ്കര ദേഷ്യമാവുന്നു ഇപ്പോഴായ. പിന്നെ ഞാനിത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അതിനുശേഷം ലാവണ്യ കരഞ്ഞുകൊണ്ട് ലാവണ്യയുടെ അമ്മേനെ ഫോൺ വിളിക്കുന്നുണ്ട്. മമ്മി, ഇത് ഞാനാണ്. മമ്മി നാളെ തന്നെ വിവാഹ നിശ്ചയം നടത്തണമെന്നാ സാർ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കരഞ്ഞുകൊണ്ടാട്ടോ ഇങ്ങനെ സംസാരിക്കണത്. അപ്പം ലാവണ്യയുടെ വിഷമം കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നാണ്. കാരണം നാളെ വിവാഹ നിശ്ചയം നടത്തുമ്പോൾ അമ്മക്ക് അച്ഛനും വരാൻ പറ്റില്ല. കാരണം ലാവണ്യയുടെ അമ്മ അച്ഛൻ ലണ്ടനിലാണ്, അവിടെ നിന്ന് പെട്ടെന്ന് എത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതോർത്തിട്ട് ലാവണ്യക്ക് വല്ലാത്ത വിഷമമാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുവാണ്. അശ്വിനോട് പറയട്ടെ, സാർ എനിക്ക് സാറിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് അശ്വിൻ പറയാണ്. എനിക്ക് സാറിനോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത്? സാർ ഇപ്പൊ നാളെ വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും, അല്ലാതെ നീയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയാണ്. അല്ല, നിനക്കെന്താ ഇത്രമാത്രം വിഷമം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ വിഷമത്തെ കുറിച്ച് പറഞ്ഞതല്ല, ലാവണ്യ മേഡത്തിന് വല്ലാത്ത വിഷമം. ലാവണ്യ മേഡത്തിന് മാത്രമല്ല, പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തുമ്പോഴേക്കും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല സാർ. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയണത്. ഇതൊന്നും ഒരാഴ്ചത്തേക്കെങ്കിലും മാറ്റി വെക്കാൻ പറ്റുമോ സാർ, സാറിന്റെ തീരുമാനം എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിന് മനസ്സിലായി ശ്രുതിയുടെ ഭയങ്കര ടെൻഷനാണെന്ന്. കാരണം എല്ലാവരുടെ വിഷമവും ശ്രുതിയുടെ മനസ്സിലുണ്ട്, ശരിയാണ്. പക്ഷെ അശ്വിന്റെ വിവാഹ നിശ്ചയമാണല്ലോ, അത് ഓർത്തിട്ടുള്ള വിഷമവും ശ്രുതിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിൻ ശ്രുതിനെ വിളിച്ചുകൊണ്ട് വീണ്ടും അവരുടെ മുമ്പിലേക്ക് പോകാണ്. ഞാൻ എല്ലായിടത്തും കൂടി ഒരു കാര്യം പറയാം. ശ്രുതി എൻ്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ചു. ശ്രുതി പറഞ്ഞപ്പോൾ ആ കാര്യം ശരിയാണെന്ന് എനിക്കും തോന്നണം. ശ്രുതി പറഞ്ഞത് തീരുമാനിച്ചിട്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു വിവാഹ നിശ്ചയം. അടുത്ത ആഴ്ച ഈ സമയം എൻ്റെ വിവാഹ നിശ്ചയം എന്ന് അശ്വിൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയാണ്. എന്താ കുഞ്ഞാ നിന്റെ കണ്ടീഷൻ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എൻ്റെ വിവാഹ നിശ്ചയം തൊട്ട് കല്യാണം വരെ എല്ലാ കാര്യങ്ങളും ശ്രുതി നോക്കണം. കതിർമണ്ഡപം ഒരുക്കാനും മണിയർ ഒരുക്കാനും വരെ ശ്രുതി ആയിരിക്കണം എല്ലാം ചെയ്യേണ്ടത് എന്ന് പറയാണ്. ശ്രുതിക്ക് അതുപോലെ ഷോക്ക് പോലെ ആവാണ്. കാരണം ശ്രുതിനെ വിഷമിപ്പിക്കാനും കുത്തി നോവിക്കാൻ വേണ്ടി തന്നെയാണ് അശ്വിൻ ആ ഒരു തീരുമാനം എടുത്തതെന്ന് ശ്രുതിക്കും അറിയാം. ആ സമയത്ത് ലാവണ്യ പറയണ്ട്, ASR അത് പറയേണ്ട കാര്യമില്ല, ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അതൊക്കെ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത ശ്രുതിയാണ്. അതുകൊണ്ട് ശ്രുതി അതൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യും. അല്ലേ ശ്രുതി? വളരെ നന്ദിയുണ്ട് ശ്രുതി, ASRന്റെ ഈ തീരുമാനം മാറ്റിയതിൽ. നീയാണ് ഈ തീരുമാനം മാറ്റിയത്, ഒരാഴ്ചത്തേക്കെങ്കിലും ആക്കിയത്. ഇനി എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും വിളിക്കാം, സമാധാനത്തോടെ വിളിച്ചു പറയും, കസിൻസിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് വിവാഹ നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാലോ, ആദ്യം ഇൻവിറ്റേഷനും തുടങ്ങാം. അപ്പോഴേക്കും ആകാശ് വരുന്നുണ്ട്. ഇൻവിറ്റേഷൻ ഞാൻ കൊടുക്കാം ചേച്ചി. ശ്രുതി ഇൻവിറ്റേഷന്റെ ആർക്കൊക്കെ കൊടുക്കണമെന്ന് പേര് ലിസ്റ്റ് ഇട്ടാൽ മതി. ശ്രുതിയുടെ വീട്ടിൽ വേണമെങ്കിൽ പേരെഴുതിക്കോ, ഞാൻ ശ്രുതിയുടെ വീട്ടിൽ പോയി ഇൻവിറ്റേഷൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ശരി വരുവാട്ടോ. അപ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, നീ എന്തിനാടാ അവളുടെ വീട്ടിൽ പോയി ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്, അവരെയൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മനോരമ പറയാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങൾ തന്നെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.